പതിറ്റാണ്ടിനിടെ കേരളത്തിലെ മലയോരങ്ങളിൽ ഒരു നാടിനെ ആകെ മണ്ണിനടിയിലാക്കുന്ന 1/2 ഡസനോളം വൻ ദുരന്തങ്ങൾ. 1974 ജൂലൈ 26 ആ രാത്രി അടിമാലിക്കാർക്ക് ഇന്നും ഭീതി ഉണർത്തുന്ന ഭീകര രാത്രിയാണ്. ഉച്ച കഴിഞ്ഞ് ആരംഭിച്ച മഴ ഇടതടവില്ലാതെ തുടർന്നു. മലഞ്ചെരിവ് തകർന്ന് 35 പേരുടെ ജീവനാണ് കവർന്നത്. പിന്നീട് 2012 ഓഗസ്റ്റ് 6 കോഴിക്കോട് പുല്ലൂരാമ്പാറയിൽ 1 മണിക്കൂറിനിടെ 36 ഉരുൾപൊട്ടലുകളാണ് സംഭവിച്ചത്. 8 ജീവനുകൾക്കൊപ്പം ഒരു കുടിയേറ്റ ഗ്രാമം ഒന്നാകെയാണ് ഒലിച്ചുപോയത്. ഏറ്റവും വലിയ ദുരന്തങ്ങൾ ഉണ്ടായ 2019 ഓഗസ്റ്റ് മാസം. വയനാട് പുത്തുമലയിലെ ദുരന്തം. ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും 17 പേർ അകപ്പെട്ടു. അതിൽ കണ്ടെത്തിയത് 12 പേരുടെ മൃതദേഹങ്ങൾ. 53 വീടുകൾ ഒലിച്ചുപോയി. അന്നു തന്നെ മലപ്പുറം നിലമ്പൂർ കവളപ്പാറയിലുണ്ടായ ഉരുൾപൊട്ടൽ സംസ്ഥാനത്തെ അതുവരെ ഉണ്ടായിരുന്ന മരണക്കണക്കുകളെ മറികടന്നു. കവളപ്പാറ മുത്തപ്പൻകുന്നിടിഞ്ഞുണ്ടായ ദുരന്തത്തിൽ 59 പേരാണ് മരിച്ചത്. തൊട്ടടുത്ത വർഷം ഓഗസ്റ്റ് 6 ഇടുക്കി മൂന്നാർ പെട്ടിമുടിയിലെ 3 ലയങ്ങളിലായി ഉറങ്ങിക്കിടന്നിരുന്ന 70 പേർ മണ്ണിനടിയിലായി. ഇപ്പോൾ ഇതാ വയനാടിനെയും കേരളത്തിനെയും നടുക്കി ചൊവ്വാഴ്ച പുലർച്ചെ ഇല്ലാതായത് ഒരു ഗ്രാമമാണ്. ഇരുനില വീടുകൾ ഉൾപ്പെടെ നിരവധി വീടുകൾ മണ്ണിനടിയിലായി. അതിലെത്ര ജീവനുകളുണ്ടെന്ന് ഇനിയും അറിയില്ല. കുട്ടികളുടെ ചെരുപ്പും ബാഗും കുടകളും അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്നത് കാണാം. വാഹനങ്ങൾ തിരിച്ചറിയാനാവാത്ത വിധം തകർന്നിട്ടുണ്ട്. ഇതേ അവസ്ഥയാണ് ഇവിടെ നിന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങൾക്കും. കൈയും കാലും തലയും ശരീരഭാഗങ്ങൾ പകുതിയുമില്ലാത്ത മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല. ചൂരൽമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർണ്ണമായും തകർന്നു. സ്കൂൾ കെട്ടിടത്തിനുള്ളിലേക്ക് കൂറ്റൻ മരങ്ങൾ അടിച്ചു കയറിയിരിക്കുന്നു. മുണ്ടക്കയം പുഴ ഗതിമാറി വന്നാണ് വീടുകൾ തുടച്ചു നീക്കിയത്. ഒരു റോഡ് ഇതിലെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ശേഷിപ്പായി ചിലയിടത്ത് ടാറുകൾ കാണാം. എത്ര പേർ മരിച്ചെന്ന് ഇനിയും അറിയില്ല. സൂചനകൾ തിരിച്ചറിഞ്ഞ് മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി അതിജീവനത്തിനുള്ള ഏക പോംവഴി.